Astro Guru, where the wisdom of the cosmos lights your path. ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ജൂലൈ മാസത്തിലെ പൊതുവായിട്ടുള്ള ഫലമൊന്ന് നോക്കാം. ജൂലൈ മാസം നിങ്ങൾക്ക് ഓരോ രാശിക്കാർക്കും അല്ലെങ്കിൽ ഓരോ നാളുകാർക്കും എങ്ങനെയാണെന്നുള്ളത് കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് ആമുഖമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പല പാപഗ്രഹങ്ങളെ കൺസിഡർ ചെയ്യുന്നില്ല. പ്രത്യേകിച്ച് ചൊവ്വയുടെ ഒക്കെ കാരണം പറഞ്ഞാൽ പല കേസിലായിട്ടുള്ള മൾട്ടിപ്പിൾ ആക്സിഡന്റ് ഒക്കെ കൊണ്ടുതരുന്ന ഗ്രഹമാണ്. പക്ഷെ എന്ന് വെച്ചാൽ അതെപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസിഷൻ പീരീഡ് വരുമ്പോഴാണ്. ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ മേളിൽ കൂടെ ചൊവ്വ പാസ് ചെയ്യുന്നത്. പക്ഷെ എന്ന് വെച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത്, എല്ലാവർക്കും ഈ ഇങ്ങനെ വരണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചൊവ്വായും ജൂപ്പിറ്ററും, അതായത് നമ്മുടെ ബർത്ത് ചാർട്ടിലെ വ്യാഴവും ചൊവ്വായും കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരെ, അല്ലെ കേതു ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ചൊവ്വയുടെ മേളിൽ അല്ലെന്ന് വരിയില് കേതുവിന്റെ മേളിൽ കേതു പാസ് ചെയ്യുന്ന സമയത്തോ ആക്സിഡന്റ് പറ്റാം. അപ്പം നമ്മൾ നോർമൽ ഒരു കേസിൽ ഞാനത് പറഞ്ഞാൽ പോലും ഇങ്ങനെ ആക്സിഡന്റ് പറ്റാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അപ്പൊ ആ ഒരു രീതി പ്രഡിക്ഷൻ പറയുന്നത് തെറ്റാണ്. കാരണം ബർത്ത് ചാർട്ടിലെ അലൈൻമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ്. കാരണം ഇത് വേദിക് അസ്ട്രോളജിയിലാണ് ആ ഒരു രീതി പറയുന്നത്. പക്ഷെ അതിന്റെ ആയിട്ടുള്ള ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട് വേദിക് അസ്ട്രോളജിയിൽ. അഡ്വാൻസ് പല സയൻസിലുള്ള പ്രഡിക്ഷൻ വരുമ്പോഴത്തേന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളുടെ കണക്ടിവിറ്റി, ഇതിനുപരിയായിട്ട് ഇന്റേണൽ ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിലുള്ള പ്രഡിക്ഷന് പല രീതിയിൽ തെറ്റാണ്. ഇവന്റെ ചില കേസിലൊക്കെ ഇപ്പൊ ചൈൽഡ് ബർത്തിന്റെ ഒക്കെ തന്നെ വരുമ്പോൾ 5th ഹൗസില് വേദിക് അസ്ട്രോളജി പറയുന്നുണ്ട്. 5th ഹൗസില് രാഹു വന്നു കഴിഞ്ഞാൽ IVF, അതിൽ IVF ഒന്നും ഇല്ല. അത് കുട്ടികളുടെ ഡിലേ ആകും, എടുക്കും, അതിന് വേറെ ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. അതിന്റെ ആയിട്ടുള്ള അഡ്വാൻസ് ആയിട്ട് നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ പല വീഡിയോ ചെയ്തിട്ടുണ്ട്. കുട്ടികളുണ്ടാകാനുള്ള ഡിലേ, അല്ലെന്നൊരു അബോർഷൻ ഉണ്ടാകുന്നത്, എങ്ങനെ അഡോപ്ഷൻ, കുട്ടികളെ ദത്തെടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യം എപ്പോൾ ഉണ്ടാകുന്നു, അല്ലെന്നൊരു ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല വീഡിയോ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മിസ്കാരേജ്, മൾട്ടിപ്പിൾ മിസ്കാരേജ് ഉണ്ടാക്കാനും അല്ലെന്നൊരു സിസേറിയൻ ഒക്കെ നടത്താനൊക്കെ ഉള്ള സാധ്യത, പോസിബിലിറ്റി, അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് വീഡിയോ അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇറാന്റെ ബർത്തിയായിട്ട് നിങ്ങളൊന്ന് നോക്കുക. കാരണം ഇറാന്റെ ബർത്ത് ചാർട്ടിലൊക്കെ കറക്റ്റ് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുദ്ധവാറുമായിട്ട് വന്നപ്പം ഇവിടെ അമേരിക്ക തോറ്റുപോകുന്നു, ഇറാൻ മേൽക്കൈ നേടുമെന്നും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പോലെ ഓരോ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അവിടെ ആറ്റോമിക് പ്രസൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒരു സ്പെഷ്യൽ പ്രഡിക്ഷനാണ്. ഞാൻ ആ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, ലോകത്ത് പോലും ഈ ഒരു രീതിയിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പ്രഡിക്ഷൻ ഒരാളും പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംശയമാണെന്ന് പറഞ്ഞിട്ടാണ് വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. അപ്പൊ പറഞ്ഞ രീതിയിലാണ് മിക്കവാറും 99% കാര്യങ്ങൾ നടന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾ ആരുടെ താല്പര്യം ഉണ്ടെന്ന രീതിയിൽ അതൊന്ന് പോയി കാണുക. പിന്നെ നമ്മൾ ഈ രാഹു കേതുക്കളെ ആണേലും ഈ കൺസിഡർ ചെയ്യുന്നില്ല ഇവിടെ. കാരണം നോർമലി രാഹു കേതുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ പല കേസിലൊന്നും നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ടുതരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ആമുഖമായിട്ട് നമ്മൾ പറയുമായിരുന്നു. അപ്പൊ ബാക്കിയുള്ള നല്ല ഗ്രഹങ്ങളെ നിങ്ങളുടെ ട്രാൻസിഷനിൽ നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകൾ നോക്കിയിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ശുക്രന്റെ ട്രാൻസിഷന്, അതുപോലെ വ്യാഴത്തിന്റെ ട്രാൻസിഷന്, ശനിയുടെ ട്രാൻസിഷന്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഓരോ രാശിക്കാരുടെ അനുസരിച്ചൊന്ന് നോക്കാം. അപ്പൊ ഇതിനകത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെമഡി പല വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെന്നൊരു വേറെ ശുക്രന്റെ വീഡിയോ ഉണ്ട്, വ്യാഴത്തിന്റെ വീഡിയോ ഉണ്ട്. അപ്പൊ വ്യാഴത്തിന്റെ വീഡിയോക്കകത്ത് വ്യാഴത്തിന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശനിയുടെ വീഡിയോക്കകത്ത് ശനിയുടെ റെമഡി പറഞ്ഞിട്ടുണ്ട്, ശുക്രന്റെ വീഡിയോക്കകത്ത് ശുക്രന്റെ റെമഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെമഡി പാർട്ടിലുള്ള കാര്യങ്ങള് മനസ്സിലാക്കും. കാരണം ഈ വീഡിയോ ലോങ് ആയി പോകാതിരിക്കാൻ ചില കാര്യങ്ങൾ പലർക്കും കംപ്ലൈന്റ് ഉണ്ട്, വീഡിയോ ലോങ് ആകുന്നു എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ വളരെ കുറച്ച് അത്യാവശ്യം നിങ്ങൾക്കുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പം ഈ സബ്ജക്ട് ഇഷ്ടമായെന്നതിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പ് ഓപ്ഷൻ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കതൊരു എൻകറേജ്മെന്റ് ആണ്. ലൈക്ക് ചെയ്യുമ്പോൾ
ഹൈപ്പ് എന്ന് വരും. ആ ഹൈപ്പ് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതൊരു എൻകറേജ്മെന്റ് ആണ്. അതേപോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും കൺസൾട്ടേഷൻ ആവശ്യമുള്ളവരെ അല്ലെന്നൊരിൽ വാട്സപ്പ് അയക്കാവുന്നതാണ്. അതല്ലെന്നൊരിൽ ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെ ഗൃഹനാടി, നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, ചന്ദ്രകല നാടി, മൊബൈൽ ന്യൂമറോളജി, നെയിം ന്യൂമറോളജി, ബ്രാൻഡ് അലൈൻമെന്റ്, നെയിം അലൈൻമെന്റ്, മെഡിക്കൽ അസ്ട്രോളജി, KP അസ്ട്രോളജി, മിസ്റ്റിക്കൽ ട്രയാങ്കിള്, പഞ്ചപക്ഷി ശാസ്ത്രം, ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് പഠിക്കാനോ കാര്യങ്ങളോ ഉള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. കന്നി രാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. ഇതിനകത്ത് നാളുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര. അപ്പം ഉത്തരത്തിന്റെ ഒടുവിലത്തെ 3 പാദം, അത്തം, പിന്നെ ചിത്തിരയുടെ പകുതി, ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ബുധകർമ്മയാണ്. അതുപോലെ അത്തത്തെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ്, ഗുരുകർമ്മയാണ്. ചിത്തിരയെ നോക്കിക്കഴിഞ്ഞാൽ ചിത്തിരെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വാണ്, ശുക്രകർമ്മയാണ്. അപ്പൊ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാൻ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പ് വലയങ്ങൾ ഉണ്ടാകാനും നല്ല സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ഫുൾഫിൽമെന്റ് ഓഫ് ലൈഫ്. നമ്മൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നമുക്ക് അനുകൂലമായിട്ട് വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, നല്ല പ്രണയ സാബലീകരണം ഉണ്ടാകാന്, പുതിയ പ്രണയബന്ധങ്ങൾ വരാന്, നല്ല നർമ്മസല്ലാപങ്ങൾ നടത്താനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, സ്പെക്കുലേറ്റീവ് ഗെയിൻ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഈ ഒരു നാളുകാർക്കും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസത്തിൽ എടുത്തു പറയാനുള്ളത്. അത് തന്നെയല്ല, വീടില്ലാത്തവർക്ക് വീട് വെക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, വീട് ബോഡി പിടിപ്പിക്കാൻ, വണ്ടി ബോഡി പിടിപ്പിക്കാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് ഈ ഒരു രാശിക്കാർക്ക് എടുത്തു പറയാം. അതുപോലെ കൃഷിയിടത്തിൽ നിന്നൊക്കെ നല്ല വരുമാനം ഉണ്ടാകാൻ, പ്രത്യേകിച്ച് ക്ഷീരകർഷകർക്കൊക്കെ നല്ല അനുകൂലമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകാനുള്ള, നല്ല ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ വിവാഹമൊക്കെ ആലോചിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വിവാഹ ബന്ധം ഉണ്ടാകാൻ, പുതിയ വിവാഹ ആലോചനകൾ വരാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാഹചര്യം, പാർട്ട്നേഴ്സിനൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി. അതുപോലെ എന്തെങ്കിലും ക്രെഡിറ്റ് കാർഡ് അങ്ങനെയൊക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ട് വരുന്ന ആൾക്കാർക്ക് അതൊരു അനുകൂലമായിട്ടുള്ള സമയം, അത് അടച്ചു തീർക്കാൻ പറ്റുക. നല്ലതൊരു ലോൺ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോണൊക്കെ കിട്ടാൻ പാസ്സായി വരാനുള്ള സാഹചര്യങ്ങൾ, അതിന്റെ KSFE ചിട്ടി, അങ്ങനെ എവിടെയെങ്കിലും പൈസ ഒന്ന് സാമ്പത്തികമായിട്ടുള്ള വലിയ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരാനുള്ള സാഹചര്യങ്ങൾ, ഇതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അതൊരു പരിധി വരെ വിട്ടുമാറാനുള്ള സാഹചര്യങ്ങൾ, ഫോറിൻ ട്രാവൽ ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ എന്തെങ്കിലും നമുക്ക് അൺനെസറി ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസ് ഒക്കെ ഉണ്ടായിരുന്നെന്നില്ല, അതൊരു പരിധി വരെ കുറഞ്ഞ് നിൽക്കാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ സഹോദരങ്ങളെയൊക്കെ കണ്ടുമുട്ടാന്, സഹോദരന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്താന്, അതുപോലെ എന്തെങ്കിലും വീടൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതുപോലെ നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാന്, അങ്ങനെ പല രീതിയിൽ ഈ ഒരു രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു മാസത്തെ പറഞ്ഞു കഴിഞ്ഞാൽ.